വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ജലദോഷം അതിനൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് പ്രതിവിധികളുണ്ട് കേട്ടോ, ഇംഗ്ലീഷ് മരുന്നിനെ ആശ്രയിക്കാതെ. ഇപ്പം ഞാൻ ഈ എടുത്തേക്കുന്നത് ആടലോടകത്തിൻ്റെ ഇലയാണ് കേട്ടോ. അതേമാതിരി കുറച്ച് തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പനിക്കൂർക്ക. ഇത് മൂന്നും കൂടി നന്നായിട്ട് കഴുകി ഞാൻ ആവിയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആവി ഒളിച്ചിട്ടുണ്ട്, നല്ല ചൂടാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് 1 ഔൺസ് അല്ലെങ്കിൽ 2 ഔൺസ്, ഒരു ഇത്തിരി ഇല കൂടിക്കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല കേട്ടോ, ഒന്നും സംഭവിക്കില്ല. കുട്ടികളൊക്കെ ആണെങ്കിൽ 1 സ്പൂണേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ വലിയവർക്കൊക്കെ 1 ഔൺസ് 2 ഔൺസ് കഴിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. രാവിലെയും വൈകിട്ടും വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പമ്പ കിടക്കും. കഫക്കെട്ടായാലും ചുമയായാലും എല്ലാം പമ്പ കിടക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നതാണ്, അനുഭവത്തിൽ നിന്നാണ് പറയണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 1 ഔൺസോ 2 ഔൺസോ 3 ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ മതി, പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. ട്രൈ ചെയ്യണേ.